ആർജു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് കല്യാണം നമ്മുടെ തൊട്ടടുത്ത് വീട്ടിൽ തന്നെ കല്യാണം. രാത്രി കല്യാണമാണ്. തലേന്ന് കല്യാണം അറിയില്ല. തലേന്ന് കല്യാണത്തിന് തലേന്നാണ്. നാളാണ് ഒറിജിനൽ കല്യാണം. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ഉണ്ട്. കഫ്താനിയും നമ്മൾ ഒരു ഏകദേശം 1.5 വർഷം മുമ്പ് സിലോറി എന്ന ആപ്പിൽ നിന്ന് ഇറക്കിയത്. ആപ്പിൽ നിന്ന് ഓർഡർ എടുത്ത് വരുത്തിയതാണ്. ഓർഡർ എടുത്ത സമയത്ത് അന്ന് മാത്രം ഒരു ഇടലേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇട്ടിട്ടില്ല കേട്ടോ. കാരണം അതിൻ്റെ പോലെ അങ്ങനെയാണ്. അതുകൊണ്ട് പിന്നെ ഇടാനൊരു മടി. അപ്പോൾ എന്നും അളമാറ തുറക്കുമ്പോൾ അളമാറിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, എന്നെങ്ങനെ വിളിക്കും, എന്നെ ഇടൂ പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും രാത്രി പരിപാടിയല്ലേ, അപ്പോൾ തൽക്കാലം എന്താണ് ഇട്ടാമെന്ന് വിചാരിച്ചു. പിന്നെന്താ നീ പോകണേ, നേരെ ഇരിക്കണേ. എല്ലാം റെഡിയില്ല. നമ്മൾ കല്യാണ വീട് കാണിച്ചിട്ട് അടുത്തുള്ള കല്യാണ വീട്. പണ്ടൊക്കെ അടുത്ത വീട്ടിലെ കല്യാണം തന്നെ ഭയങ്കര രസമാണ്. പണ്ടൊക്കെ ഇപ്പൊ പിന്നെ അത്ര രസങ്ങളൊന്നും ഇപ്പൊ ബന്ധങ്ങളില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതടിച്ചാളെ പൂച്ച വരും. നമ്മൾ തറവാടിൻ്റെ പണി ഏകദേശം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. രാത്രി പണിക്കാരില്ല, അതാണ് ഒച്ചപ്പാടൊക്കെ അവിടെ നിന്ന് കേൾക്കുന്നത്. നമ്മൾ വരുമ്പോൾ ചെരുപ്പൊക്കെ നായ്ക്കളുണ്ടോ. നമ്മൾ നേരെ വീടിൻ്റെ മുമ്പിലുള്ള വീട്ടിലോട്ടാണ് കല്യാണം നടക്കുന്നത്. എന്താ പറയുക, കല്യാണത്തലേന്നാണ്. കല്യാണം നാളെയാണ് വരുന്നത്. ഇന്നിപ്പോൾ കല്യാണത്തലേന്നാണ് കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ കല്യാണത്തലേന്ന് അയൽപക്കത്ത് കല്യാണത്തലേന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നില്ല. അന്നൊക്കെ നമ്മളൊക്കെ ആ ഒരു കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര രസമാണ്. ഇപ്പോൾ പിന്നെ എന്താ പറയുക, കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കും വരെയൊക്കെ ഒരുപാട് ലിമിറ്റായല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള രസങ്ങളും തമാശകളൊക്കെ കുറഞ്ഞു. അത് അടുത്ത വീട്ടിലൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം വീട്ടിൽ നടക്കുന്നത് പോലെ ഇനി പണ്ടൊക്കെ. രണ്ട് പീസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ എന്താ പറയുക, കുറച്ച് നേരം കൂടിയൊക്കെ പാട്ടും ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്നുണ്ട്. പക്ഷേ നേരെ വീട്ടിലേക്ക് പോന്നിട്ടാ. നാളെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ മദ്രസൻ്റെ എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് കുറച്ചും കൂടിയൊക്കെ പഠിപ്പിക്കാനുണ്ട്. പിന്നെ അതേപോലത്തെ നമുക്കൊരു കേക്കിന് ഓർഡർ ഉണ്ട്, നാളേക്കുള്ളതാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെക്കണം. ചോക്ലേറ്റ് ആണല്ലോ ഇഷ്ടം. ഇത് നാളെ കൊടുക്കാനുള്ളതാണ്, നാളെ രാവിലെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ നാളേക്കുള്ള ഇന്ന് തന്നെ എല്ലാം റെഡിയാക്കി പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ. നമുക്ക് സുഖമായിട്ട് സമാധാനത്തിൽ കിടന്നുറങ്ങുക. അപ്പോൾ ഇത് തീർത്തിട്ട് സ്പഞ്ച് ഞാൻ പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിന്. ഓവനിൽ വെച്ചിട്ട് പോയതിന് വന്നപ്പോൾ തന്നെ ബേക്കായി റെഡിയായി. പിന്നെ എന്താ പറയുക, ചൂടൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെൺകുട്ടിയുടെ ബേർഡാണ്. അപ്പോൾ പിങ്ക് തീമിൽ ചെയ്യാൻ പറഞ്ഞാണ്. അപ്പോൾ പിങ്ക് കളറൊക്കെ ആഡ് ചെയ്തതിന് ശേഷം, ക്രീമിൽ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിൾ ഡിസൈൻ ആട്ടോ. നമ്മൾ ഇഷ്ടത്തിന് എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അതേപോലെ മോൾക്ക് എന്താ നല്ല ബട്ടർഫ്ലൈ നല്ല ഇഷ്ടമാണ്. ബട്ടർഫ്ലൈനെ കണ്ടാൽ അതിൻ്റെ വെയ്ത്താൽ ഓടും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബട്ടർഫ്ലൈ തീമിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഏതായാലും നമ്മുടെ കയ്യിൽ ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഇതിൽ സ്പാച്ചുല ഡിസൈനാണ് വരുന്നത് കേട്ടോ. സ്പാച്ചുല വെച്ചിട്ട് ഒന്നാണ്ട് കറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് സമയം അങ്ങനെ മിനുസപ്പെടുത്തിയിരിക്കണ്ട ഇങ്ങനത്തെ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഒരു വേവ് പോലെ അങ്ങനെ വരുമ്പോൾ ഒരുപാട് നമുക്ക് സ്ക്രാപ്പിലിട്ട് വലിച്ച് മിനുസപ്പെടുത്തിയിരിക്കേണ്ട ആവശ്യമില്ല, സുഖമാണ്. പിന്നെ എന്താ, നമ്മൾ ബട്ടർഫ്ലൈൻ്റെ ഈ ഒരു സ്റ്റിക്കറിൽ 10 പീസ് അതുകൊണ്ട് വരുന്നത്. ഈ ഒരു ബോർഡിൽ ചെറുതും വലുതൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, അത് ഫുള്ളായിട്ട് അതിൽ തന്നെ കൊടുക്കാതെ വെച്ചു. ഈ കേക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ വെച്ചു. കാരണം ബട്ടർഫ്ലൈ ഇഷ്ടപ്പെട്ടൊരു മോളല്ല. അപ്പോൾ ഓരോന്ന് എവിടെയും വെച്ചാൽ മോള് കണ്ടില്ല. അതൊരു ചെറിയ കുട്ടിയാണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. നമ്മൾ കസ്റ്റമറെ മോളെ ഫസ്റ്റ് ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ഇതാ കേക്ക് ഫിനിഷിങ് വർക്ക് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ. കുറച്ച് ആ 10 പീസ് ബട്ടർഫ്ലൈ ഞാൻ എല്ലായിടത്തായിട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെന്താ ഹാപ്പി ബർത്ത്ഡേ ചെറിയൊരു ടാഗും മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ എഴുതാൻ പറഞ്ഞ ഇത് വിഷസ് നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ നമുക്ക് ഇതൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം നേരെ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി സുഖമായിട്ട് പോയി കിടന്നുറങ്ങുക കേട്ടോ. ഇങ്ങനെ ടെൻഷനും ഇല്ല, നാളേക്ക് ഇതുണ്ടല്ലോ വിചാരിച്ചിരിക്കേണ്ട ടെൻഷനില്ല. അപ്പോൾ ഇത് പണി തീർത്ത് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ എനിക്ക് നല്ല സമാധാനത്തിൽ കിടന്നുറങ്ങുക. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവരും എൻ്റെ വ്ളോഗ് കാണാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.